127 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം വായിക്കും. സങ്കീർത്തനം 127 2-ാം വാക്യം. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ വിജയ പാസ്റ്റർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോർമലി എപ്പോഴും അതിൽ പറയാൻ എനിക്ക് ഇവിടുത്തെ സാഹചര്യം സമയമൊക്കെ ആയിരുന്നപ്പോൾ സാധാരണ ഒരു കേൾക്കാറ്. അപ്പം അങ്ങനെ ഞാൻ അത് പറഞ്ഞിങ്ങനെ മെസ്സേജ് ഒന്ന് പറ്റത്തില്ല ഒരു എക്സ്ക്യൂസ് ഇട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മ തന്നൊരു വചനമാണ് ഇത്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയയിൽ നിന്ന് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ട്, പക്ഷെ അതിനകത്താണ് നമുക്കിപ്പോൾ ശരിയായ രീതിയിൽ പറയാൻ പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നത്. അത് പക്ഷെ അത് തന്നെ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി പറയാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നു, നന്നാ താമസിച്ച് കിടപ്പാൻ പോകും, കഠിന പ്രയത്നം ഉപജീവിക്കുന്ന വ്യർത്ഥമത്രേ, തന്റെ പ്രിയനോ അവനത് ഉറക്കത്തെ കൊടുക്കണം. അപ്പൊ 2 കൂട്ടം ആൾക്കാരെ കുറിച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു കൂട്ടർ എന്താ, നന്നാ കാലത്ത് എഴുന്നേൽക്കുന്ന, കഠിന പ്രയത്നം ജീവിക്കുന്നു. ഒരു കൂട്ടർ എന്താ, ഉറക്കത്തെ ചുമ്മാ ഇരുന്നാലും കൊണ്ടു കൊടുക്കുന്നു. ഹല്ലേലൂയ. തന്റെ പ്രിയനോ അത് ഉറക്കത്തെ കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രിയരാരാണ്, അവർക്കുണ്ടാകുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ദൈവം ആരെയാണ് പ്രിയരായി കാണുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, തന്റെ പ്രിയൻ. അപ്പൊ ദൈവത്തിന് പ്രിയമുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അപ്പൊ മറ്റൊരു കൂട്ടര് ദൈവത്തിന് പ്രിയമല്ലാത്തവരുമുണ്ട്. ഹല്ലേലൂയ. അപ്പം ആ 2 കൂട്ടരില് പ്രിയമായിട്ടുള്ളവരാ നമുക്ക് ദൈവത്തിന് പ്രിയരായി മാറുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്നലെ ഇച്ചിരി അതിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേന് ബിലവഡ് ഓഫ് ഗോഡ് എന്നുള്ള ആ വാക്ക് അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഈ വാക്ക്, ഈ ബിലവഡ് എന്നുള്ള വാക്ക് അഗിപ്പറ്റോയ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നത്. നമ്മളെല്ലാവരും എപ്പോഴും അഗാപ്പെ എന്ന് പറയും. ആ വാക്ക് അഗാപ്പെ ഉണ്ടാകുന്ന അതിൽ നിന്നാണ്. ഈ അഗാപ്പയുടെ അർത്ഥം അൺകണ്ടീഷണൽ ലവ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അപ്പം ഈ വാക്കിൽ നിന്നാണ് തന്നെ. അപ്പൊ ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇത് കാണുന്നത് ആദ്യം പലയിടത്തും ഉണ്ടെങ്കിലും നമ്മൾ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു. അപ്പൊ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ഹല്ലേലൂയ സ്വർഗം തുറന്ന് അനൗൺസ്മെന്റ് ചെയ്തതായിട്ട് കാണുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം എല്ലാം അത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയപാസ്റ്റർ ശുശ്രൂഷ പറയുന്നുണ്ട്, അത് പരസ്യത്തിൽ പറഞ്ഞു, രഹസ്യത്തിലും പറഞ്ഞവർ 3 പേര് മാത്രമായിട്ട് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ഒരു സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പെന്ന് പറയുന്ന ശബ്ദം. അപ്പൊ നമുക്ക് ദൈവം രഹസ്യത്തിലും പരസ്യത്തിലും യേശു കർത്താവ് പ്രിയപുത്രൻ തന്നെയാണ്. ഹല്ലേലൂയ. കാരണം രഹസ്യ സ്വഭാവത്തിലും പരസ്യ സ്വഭാവത്തിലും പ്രിയപുത്രനായിരുന്നു യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിന് പ്രിയ മക്കൾ തന്നെയാണ്. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ജീവിക്കുന്ന സകലരെയും, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സകലരും ദൈവത്തിന് പ്രിയരാണ്. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ അതേ പ്രിയമാവോട്, അതേ സ്നേഹത്തോട്, അതേ ഇഷ്ടത്തോട് ദൈവം നമ്മളെ വിളിക്കുന്നത് ഇവരെന്റെ പ്രിയപുത്രൻ അല്ലെങ്കിൽ ഇവളെന്റെ പ്രിയപുത്രി എന്ന് തന്നെയാണ് ദൈവം വിളിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അതിന്റെ സ്നേഹം എത്ര ആഴമാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നിടത്ത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവാം ദൈവം. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാ നമ്മള് പുത്രനെക്കാട്ടി പ്രിയരാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഹല്ലേലൂയ. കാരണം ഒന്നിനെ ഹല്ലേലൂയ നീക്കിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് മറ്റൊന്നിനെ സ്നേഹിക്കുന്നത് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ളവരാണ്, അല്ലേ? സ്തോത്രം. സാറമസ്വര ഇപ്പൊ മക്കള് മീനക്കുട്ടനെ എന്താ പറയാ അധികം സ്നേഹിക്കുമ്പോ ചിലപ്പം നിഷമോകു എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോ അത് ഹല്ലേലൂയ നിഷമോളെ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട് നിനക്കുട്ടിന് അത് കൊടുക്കുന്നെങ്കിൽ അതിനെക്കാട്ട് അല്പം കൂടെ പ്രിയ ഇവിടെ ഉള്ളതുണ്ട്. അങ്ങനെയല്ലേ?
അതുപോലെയാണ് നമ്മുടെ കർത്താവ് യേശു സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന് വെച്ചാൽ മരണത്തിനായിട്ട് വിറ്റുകൊടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ച സ്നേഹം. അപ്പൊ നമ്മളെ ബലവടാണോ? ദൈവത്തിന്റെ പ്രിയരാണോ? ആണ്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ പുത്രന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ എടുക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുത്രന്റെ സ്നേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് തന്നെ പറയുന്നത്. കാരണം അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് ആമയെ സ്നേഹിച്ച് നമ്മൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയാവുമോ? എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ, എത്ര ഇഷ്ടമാണ് ഒരാൾ പറയാൻ, അയ്യോ എന്റെ കരൾ പോയി, ആമേ സിസ്റ്റർ കുറച്ച് കരൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ എന്റെ ഒരു രണ്ട് കിഡ്നി പോയി, അല്ല ഒരു 2 കിഡ്നിയും പോയി, സിസ്റ്റർക്ക് 2 കിഡ്നി ഉണ്ടല്ലോ, ഇതിന് 2 കൂടെ ഒന്ന് എനിക്ക് താന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഹാലലൂയ. നമ്മളൊക്കെ പറയുമ്പോൾ പറയും നമ്മുടെ ശരീരമാണ്, ഒരേ ശരീരമാണ്, ഒരേ ശരീരത്തിന്റെ ഭാഗമാണ്, അവയവങ്ങളാണ് എന്നൊക്കെ പറയും. ഹാലലൂയ. ഇതുപോലെ അല്ലെങ്കിൽ 2 കണ്ണില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു കണ്ണ് എനിക്ക്, നിങ്ങൾക്ക് ഒരു കണ്ണുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കൊടുക്കും. ഹാലലിയ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ജീവൻ ഹാലലിയ ആമേ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആമേ നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ നീതിമാന്മാരായിരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ഭക്തരായിരിക്കുമ്പോഴല്ല, അഭക്തരായി ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു യാഗമായി തീർന്നു. അപ്പം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് എടുക്കേണ്ട പരിശുദ്ധാത്മ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പല പ്രാവശ്യം ഷെയർ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വന്ന് സ്ഥിരമായി വാസം ചെയ്ത് നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും സഹിച്ചും നമ്മുടെ കൂടെ വസിക്കുകയാണ്, വിട്ടുപോകാതെ. കാരണം എന്താ? എങ്ങനെയും ഇവരെ എനിക്കൊന്ന് നിത്യതയിൽ എത്തിക്കണം. പരിശുദ്ധാത്മയുടെ ആഗ്രഹം എന്താ? ഇവര് പകുതി വഴിയില് ഇവര് വീണു പോകരുത്, ഇവർ ഉപേക്ഷിക്കപ്പെടരുത്. ഇവരെ എങ്ങനെയെങ്കിലും കരുത്ത് പ്രാപിച്ച് എനിക്ക് ഇവരെ ഒന്ന് എൻകറേജ് ചെയ്ത് നേരായ വഴി കൂടെ നടത്തി എനിക്ക് എങ്ങനെയും ഇവരെ നിത്യതയിലേക്ക് എത്തിക്കണം. ഇവർക്ക് നിത്യത നഷ്ടമാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൂടെ തന്നെ വാസം ചെയ്യണം. ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രകടിപ്പിച്ചു, ദൈവം അത് പ്രദർശിപ്പിച്ചു. ഹാലലൂയ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് പ്രദർശിപ്പിച്ച് നമ്മൾ ബിലവഡ് ഓഫ് ഗോഡ് തന്നെ. അപ്പൊ ദൈവം പറയാ തന്റെ പ്രിയന് ഞാൻ ഉറക്കത്തെ കൊടുക്കുന്നു. അവന് ഉറക്കത്തേക്ക്. അപ്പൊ ദൈവത്തിന്റെ പ്രിയരായവർക്ക് ചിലതൊക്കെ അധ്വാനിക്കാതെ ചിലതൊക്കെ ലഭിക്കുമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പ്രിയരാണ്. ഞാൻ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. റോമാലേഖനം എടുത്താലും ഫിലിപ്പ ലേഖനം എടുത്താലും ഏത് ലേഖനങ്ങൾ എടുത്താലും പൗലോസ് അപ്പോസ്തലൻ സഭയെ അവർക്ക് എഴുത്തെഴുതുമ്പോൾ സംബോധന ചെയ്യുന്ന പദം എപ്പോഴും റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാവോ? ഇംഗ്ലീഷ് ആണെങ്കിൽ 1:7 ഇംഗ്ലീഷ് വായിക്കുന്നവരാണെങ്കിൽ 1:3 റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അവിടെ പറയുന്നത് റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ എല്ലാവർക്കും എഴുതുന്നത്. അപ്പം ദൈവത്തിന് പ്രിയർ, അപ്പൊ നമ്മൾ ചിന്തിച്ച വിഷയം ദൈവത്തിന് പ്രിയൻ, ബിലവഡ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പം റോമിലുള്ള വിശ്വാസികൾ മുഴുവനായിട്ട് പൗലോസ് സംബോധന ചെയ്യുന്നത് വിളിക്കപ്പെട്ട ദൈവത്തിന് പ്രിയരാണ്. അതായത് വിളിക്കപ്പെട്ട വിശുദ്ധരെ കുറിച്ച് പറയാം. ഇപ്പൊ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഗണത്തിന് ദൈവം പറയുന്ന പേര് ദൈവത്തിന്റെ പ്രിയർ. അപ്പൊ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തിന് പ്രിയരാണ്. ഇനി ആരെങ്കിലും നമ്മളെ സ്നേഹിക്കാനില്ല, നമ്മളോട് ദേഷ്യമാണ്, നമ്മളെ ഒറ്റപ്പെടുത്തി നമുക്ക് ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുമില്ലാത്തവരാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ അഖിലാണ്ടത്തെ ഉടവനായ ദൈവം നമ്മളെ വിളിക്കുന്ന ബിലവഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയരെന്നാ വിളിക്കുന്നത്. അല്ലെ? അപ്പൊ ഈ ലോകത്തിൽ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് മിണ്ടിയില്ല, നമ്മളെ മാറ്റി നിർത്തി, നമ്മളെ ഒറ്റപ്പെടുത്തി, നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതിയിട്ട് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പം അതിന്റെ ആവശ്യമില്ല. കാരണം അത്രത്തോളം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് നമ്മുടെ കണ്ണിലുള്ള നമുക്കൊരു വിലയൊന്നും ഇല്ലാത്തത്, നമ്മളതൊക്കെ നമുക്ക് വലിയ വിലയൊന്നുമില്ല, നമ്മൾ വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ദൈവസ്വർഗത്തിലെ ദൂതന്മാര് ഈവൻ എന്തോന്ന് പിശാച് നോക്കിയാൽ പോലും നമ്മൾ ഏറെ വിലയുള്ളവരാണ് അവരുടെയൊക്കെ കണ്ണിൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വില നമ്മൾ തിരിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം, ദുഃഖകരമായ സത്യം. റോമാലേഖനം തന്നെ 9:25 വായിക്കുക.
എന്റെ ജനമില്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. മതി. ഹല്ലേലൂയ. എന്റെ ജനമല്ലാത്തവര് എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. അപ്പൊ ആരെ കുറിച്ചാ ഇത്? ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ ജനമല്ലായിരുന്നു, ദൈവത്തിന് പ്രിയരല്ലായിരുന്നു. പക്ഷേല് ദൈവം നമ്മളെ ദൈവത്തിന്റെ ജനമാക്കി, ദൈവത്തിന്റെ പ്രിയരാക്കി മാറ്റി. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ പ്രിയരാണ്. 11:28. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രു. അത് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് പിതാക്കന്മാരെ സംബന്ധിച്ച് അവർ പ്രിയരാണ്. കാരണം അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നാണ് പറയുക. അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് അവർ സുവിശേഷ വിരോധികളാണെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് പിതാക്കന്മാരായിട്ട് ദൈവത്തിന്റെ പ്രിയരാണെന്നുള്ള പേര് പദവി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് പിതാക്കന്മാരും പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല, ദൈവത്തിന്റെ കൃപയാൽ വന്ന് ലഭിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ ഹാലേലി ആമേൻ ഹാലേലി വിശ്വാസത്താലാണ് നമ്മൾ പ്രിയരായത്. മക്കൾ ജനമല്ലാത്തവരെ ജനമെന്ന് ആമേൻ പ്രിയരല്ലാത്തവരെ പ്രിയരെന്നും വിളിക്കുമെന്ന് പറഞ്ഞെടുത്ത് നമ്മൾ അങ്ങനെ പ്രിയരായി മാറിയത്. അപ്പൊ നമുക്ക് ഒരു അർഹതയും ഇല്ലായിരുന്നു. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പിതാക്കന്മാർ മുഖാന്തരം അവർ അർഹരാണ്. അല്ല, ദൈവം അവരെ പ്രിയരായിട്ട് തന്നെ കാണുന്നത്. പക്ഷെ നമുക്ക് യാതൊരു അർഹതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയരായി മാറി. ഹാലലിയ. ആ 12:19 കൂടെ വായിക്കാമോ? പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. അവിടെയും പറയുന്ന അടുത്ത സംബോധന ചെയ്യുന്നത് ഞാൻ പ്രിയമുള്ളവരെ എന്ന് വിളിക്കുന്ന ഓരോ സ്ഥലത്ത്. അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട്, നമ്മൾ പ്രിയരായതുകൊണ്ട് ദൈവം നമ്മൾ ഉപദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്ന പ്രിയമുള്ളവരെ ഹല്ലേലൂയ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാൻ ദൈവകോപത്തിന് ഇടം കൊടുക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ പ്രതികാരം ചെയ്യാനൊക്കെ നിൽക്കും. ഒന്ന് പറഞ്ഞ രണ്ട് പറയും, രണ്ട് പറഞ്ഞ് 4 പറയും എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ പറയാം, നിങ്ങൾ ദൈവത്തിന് പ്രിയരായിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ പകരം ചെയ്യുക, ദൈവകോപത്തിൽ ഇട കൊടുക്കണം. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അവിടെ പറയുന്ന നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക, ദാഹിയെ കുടിപ്പം, അങ്ങനെ ചെയ്താൽ നീ അവന്റെ മേൽ തലമേൽ തീക്കല്ല കുഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ, നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഹാലേലൂയ വെറുതെ വിടാത്ത, തലമുറയോളം സന്ദർശിച്ച് പ്രതികാരം ചെയ്തൊരു ദൈവമുണ്ട്. ഹാലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം പറയുന്നത്, നമ്മളെ ദൈവത്തിന്റെ കണ്ണിലെ കൺമണിയാണ്. ഹാലലൂയ. ഈ കൺമണി ആർക്ക്? നമ്മൾ എന്തിനാ പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നത്? എന്നിട്ട് നമ്മുടെ നന്മകൾ എന്താ നഷ്ടം? അപ്പൊ ദൈവത്തിന് ദൈവം നമുക്ക് ചോദിക്കാനും പറയാനും നാഥനില്ലാത്തവരല്ല നമ്മളെന്ന് ഉദ്ദേശം. അവിടെ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാനും പകരം ചെയ്യാനും പകരം പറയാനും ഒന്നും നടക്കില്ല. നമ്മളെ ഒരാള് നിന്ദിച്ചു കഴിഞ്ഞാൽ, പരിഹസിച്ചു കഴിഞ്ഞാൽ ആരെ നിന്ദിക്കുക? ദൈവം പറഞ്ഞേക്കുന്നറിയാ, ദൈവത്തെ നിന്ദിക്കുന്നു എന്നാണ്. കാരണം നമ്മൾ ഒരാൾക്ക് വായ്പ കൊടുത്താൽ നിങ്ങൾ ഒരുവൻ നമ്മൾ വായ്പ കൊടുത്ത് ദൈവം എന്താ പറയുക? എനിക്ക് നിങ്ങൾ കടം തരുമെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അവർക്ക് വായ്പ കൊടുത്ത് സാറാമ്മ സിസ്റ്റർ ഇപ്പൊ പറയും എനിക്ക് കടം തരുവാണെങ്കിൽ പറയും, സാറാമ്മ സിസ്റ്റർ മിനിക്കല്ല കടം കൊടുത്തേക്കുന്നത്, ദൈവത്തിനാ കടം കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ദൈവം അത് കൺസിഡർ ചെയ്യുന്നത്. വെച്ചാൽ അപ്പം നമ്മൾ ദൈവത്തിൻ്റെതാണ്. നമ്മൾ ആദ്യം ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ. അപ്പൊ അത്രത്തോളം ദൈവം നമ്മളെ വിലവടായിട്ട് അല്ലെങ്കിൽ പ്രിയരായിട്ട് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി ഒത്തിരി വാക്യങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ ഒരുപാട് ദൈവം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ച് നമുക്കറിയാം. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ ആകുന്നു നാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത് പറഞ്ഞത്, അങ്ങനെ തന്നെ ലോകം അവനെ അറിയുന്നില്ലായിട്ട് നമ്മെ അറിയുന്ന പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളാണ്. ആ പദവിക്ക് യാതൊരു മാറ്റമില്ല. നമ്മൾ പ്രിയരാണ്. പക്ഷേങ്കിൽ ഇത്രയും നമ്മൾ ബിലവഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ നമ്മൾ ദൈവത്തിന് പ്രിയരാണ്. പക്ഷെ നമ്മൾക്ക് ദൈവം പ്രിയരാണോ? നമ്മൾ പാടുമ്പോ പ്രാണപ്രിയ എന്നൊക്കെ പറഞ്ഞ് പാടും. പ്രാണപ്രിയനാന്ന് പറയും. പക്ഷെ നമ്മുടെ പ്രാണപ്രിയൻ യേശു തന്നെ ആണോ? നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ ദൈവം പറഞ്ഞ കണക്ക് നിങ്ങള്
അവൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ഞാൻ സ്നേഹിച്ച് നിങ്ങളെ നമ്മൾ കണ്ട് ദൈവലോകത്തെ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് തന്ന കർത്താവ് യേശുക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു. പക്ഷേ നമ്മൾ ദൈവത്തിന് പ്രിയരാണോ? ഇവിടെ ഫിലോമന്റെ ലേഖനമൊക്കെ എഴുതുമ്പോൾ അവിടെ ഫിലോമനെ കുറിച്ച് പറഞ്ഞ പ്രിയനെ എന്ന് തന്നെയാണ് സംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് സഭയ്ക്കല്ല, വ്യക്തിപരമായിട്ട് എഴുതുമ്പോഴും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സഭ എന്ന് പറയുന്ന ശരീരമാകുന്ന സഭ ഹല്ലേലൂയ ദൈവത്തിന് പ്രിയരായിരുന്ന പോലെ തന്നെ പൗലോസിനും പ്രിയരായിരുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന് പ്രിയരാണ് എന്ന കാര്യം സംശയമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസികൾ നമ്മുടെ ഹല്ലേലൂയ ശരീരത്തിന്റെ ഭാഗം, നേരത്തെ ഞാൻ പറഞ്ഞത് ശരീരത്തിന്റെ ഭാഗമായി ഓരോരുത്തരും നമുക്ക് പ്രിയരാണോ? നമ്മൾ അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം നമുക്ക് പ്രിയനാണോ? ദൈവം നമ്മളെ പ്രിയരായിട്ട് സ്നേഹിക്കുകയാണ്. പക്ഷെ നമുക്ക് ദൈവത്തിനുള്ള സ്ഥാനം എത്ര വലുതാണ്? ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ ഏറ്റവും പ്രിയൻ, എനിക്ക് ലോകത്തിൽ ഏറ്റവും പ്രിയം എൻ്റെ കർത്താവിനോടാണ്. ഹല്ലേലൂയ. എന്റെ ദാഹം നിന്നിൽ തന്നെയാണ് പാട്ടുകാരൻ എഴുതുന്നത്. അപ്പൊ ആ ദാഹം, അതുപോലെ നമുക്ക് ആ ദാഹം ദൈവത്തിൽ തന്നെ ആണോ? മറ്റൊരിടത്ത് എഴുതിയേക്കുന്ന സങ്കീർത്തനക്കാർ എഴുതി, ഞാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്ന പോലെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കാന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ദൈവത്തിന്, അതുപോലെ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തെ അതുപോലെ സ്നേഹിക്കുന്നവരാണോ? നമുക്ക് ഏറ്റവും പ്രിയം ദൈവത്തിനാമയും നമ്മുടെ ദാവീദ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവന്റെ പ്രാകാരങ്ങൾ വസിക്കുന്ന, ഹല്ലേലൂയ, ആ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ. അപ്പൊ ആ പ്രാകാരത്തിൽ, ആ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, ഓരോ നിമിഷവും യാമങ്ങൾ തോറും നോക്കിക്കൊണ്ടേയിരിക്കുന്നത് അവന്റെ ആലയത്തിലേക്ക് കുറിച്ച്. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനോടുണ്ടോ? അതോ നമ്മളൊക്കെ ഉറക്കൊഴിഞ്ഞാണെങ്കിലോ ഈ മിനിസിസ്റ്ററെ കൊണ്ട് വെളുപ്പാങ്കാലത്തോണ്ട് പ്രാർത്ഥന വെച്ച് മനുഷ്യൻ എണ്ണീറ്റ് ഇരുന്നേക്കാം. എന്താ ഇരിക്കുന്ന വെച്ചാൽ നമ്മൾ ഭയപ്പെട്ട പലപ്പോഴും പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, ഇനി ഇരുന്നെല്ലാം കാണാം എന്റെ കാര്യം നടന്നില്ലെങ്കിൽ, എനിക്കിങ്ങനെ അടി കിട്ടിയാലോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും വന്നാലോ, അല്ലെങ്കിൽ അവിടെ ഒരുത്തം നോക്കി നിൽക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് കുറമേ ഇവിടെ കയറാൻ വേണ്ടി, ഇങ്ങനെ നമ്മൾ ഭയത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും. പക്ഷെ ഈ ഭയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ല ദൈവത്തിന് ഇഷ്ടം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥന, അവന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള ആഗ്രഹം, തീഷ്ണമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ, നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ, ഒരു മെസ്സേജ് കിട്ടണമെന്ന് പറഞ്ഞിരിക്കാനല്ല, ഹല്ലേലൂയ, ഒരു വെളിപ്പാട് കിട്ടല, ദൈവമേ നീ എന്നോടൊന്ന് സംസാരിക്കണം, നിന്റെ ശബ്ദം എന്നൊന്ന് കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഇങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു 100 വിശ്വാസികളിൽ 99 എടുത്തു കഴിഞ്ഞാൽ ഈ 99 പേരും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയത്തിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ചിലർക്ക് പറയാം 2-3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുക, അപ്പം തുടങ്ങും പണി. ദൈവം അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പണി തരാനും അടിക്കാനും വടിയായിട്ടൊന്നും നിൽക്കുന്ന ദൈവമല്ല നമുക്ക് ദൈവം. ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും നമുക്കുള്ളതെല്ലാം ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോൾ കയറി വരാൻ വേണ്ടി തക്കം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞാൽ, നമ്മുടെ വചനധ്യാനം കുറഞ്ഞാൽ, നമ്മൾ ദൈവമായിട്ടുള്ള ഹല്ലേലൂയ ഫെലോഷിപ്പ് കുറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അറിയാണ്ട് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് മാറി നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വീണു പോകും. അങ്ങനെ നമ്മളെ വീഴ്ത്തിക്കളയാനായിട്ട് തന്ത്രശാലി ഒരു നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ കൂടാടിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് പിശാചിനെ പേടിച്ചിട്ടായിരിക്കല്ലോ പ്രാർത്ഥിക്കുന്നത്. അല്ലെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞ കണക്ക് അവിടെ ചെന്ന് വചനം ഇങ്ങനെ തൊണ്ട പൊട്ടുവാറ് പറഞ്ഞിട്ട് പലരും ഇരുന്ന് ഉറങ്ങുക. പക്ഷേ ഒരു അമ്മാമ്മയുടെ ദേഹത്ത് ഭൂതം ഇളകിയപ്പോൾ എല്ലാവരും ഓടി ചുറ്റുപാടും വന്ന് കൈ അടിച്ചങ്ങോട്ട് ആരാധിക്കുന്നത്. കാരണം അവർ ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട് പിശാചിനെ ഭയപ്പെടുന്നത് എനിക്ക് അപ്പം മനസ്സിലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ പിശാചിനെ പേടിച്ചിട്ട് ആയിരിക്കില്ല നമ്മുടെ പ്രാർത്ഥനകൾ, അല്ല നമ്മളുടെ ദൈവത്തെ സ്നേഹിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവം പറഞ്ഞേക്കുന്നത് താൻ സ്നേഹിക്കുന്നവർക്കല്ല, തന്നെ സ്നേഹിക്കുന്നവർക്ക്. തന്നെ സ്നേഹിക്കുന്ന വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി. അപ്പൊ നമ്മൾ ദൈവത്തെ, നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. പക്ഷെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അതല്ല, അതിനകത്ത് ഒരു മാറ്റവുമില്ല, ഒരു സംശയം. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ?
ഹാലേലിയ. നമ്മുടെ സ്നേഹം ഹാലേലി എങ്ങനെയാണ് ഹാലേലിയ? അത് ഭയത്തിൽ നിന്നുള്ള സ്നേഹമാണോ, അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള ഹാലേലിയ നമുക്കുള്ള ഭയമാണോ ഉള്ളത്? ഹാലേലിയ. ആ സ്നേഹം അല്പമെങ്കിലും കുറയുവോ? എന്റെ ഹൃദയത്തിൽ ദൈവത്തെ കാട്ടി ആരെങ്കിലും സ്ഥാനം പിടിക്കുവോ? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഹാലേലി ഞാൻ ഒരിക്കലും തൃപ്തനാകില്ല എന്ന് പറഞ്ഞാണോ നമ്മൾ സ്നേഹിക്കുന്നത്? ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ ആ ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു പറയുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസികള് നമ്മുടെ കൂടെയുള്ള കൂട്ടു സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നതും കള്ളമാണ്. കാണപ്പെടുന്ന സഹോദരൻ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുക? ദൈവം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ശരീരമാക്കുന്ന ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇപ്പൊ ബീര സിസ്റ്റർ ആണെങ്കിലും ജോളി ആന്റി ആണെങ്കിലും ഷേർലി സിസ്റ്റർ ആണെങ്കിലും അങ്ങനെ ഓരോരുത്തരും നമ്മുടെ കൂടെ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപാട് വചനങ്ങൾ റെഫറൻസ് ഉണ്ട് ഹാലേലിയ. അതൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് ഹാലേലിയ ഒന്ന് വായിക്കണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഹാലേലിയ. അപ്പൊ അവിടെയൊക്കെ ദൈവത്തിന്റെ നമ്മൾ ഇന്ന് ചിന്തിച്ച കണക്ക് തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുക. അപ്പൊ ദൈവത്തിന് പ്രിയരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടെ എത്രത്തോളം പ്രിയമുണ്ട് ദൈവത്തിന്റെ ശരീരമായ സഭയോട് എത്രത്തോളം പ്രിയമുണ്ട് നമുക്ക് അങ്ങനെ പ്രിയമുള്ളവരാണെങ്കിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ആ ഒരു പ്രിയം നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിലും പത്രോസ് ആണെങ്കിലും യോഹന്നാനാണെങ്കിലും എല്ലാവരുടെയും ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കി നമുക്കറിയാം. അവിടെ എല്ലാം അവര് അഭിസംബോധന ചെയ്യുന്ന പ്രിയരായവർക്കാണ്. കാരണം അവർക്ക് പ്രിയരാണ്, ദൈവത്തിനും പ്രിയരാണ് സകലർ. അപ്പൊ അങ്ങനെ പ്രിയരായവർക്ക് വേണ്ടി യൂദായുടെ ലേഖനം എല്ലായിടത്തും ഉണ്ട്. എല്ലാ ലേഖനങ്ങളും എടുത്ത് വായിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ അവർക്ക് സഭ പ്രിയരായിരുന്നെങ്കിൽ ദൈവവും പ്രിയരായിരുന്നു. ദൈവത്തിന് പ്രിയമായവരെ അവരുടെയും പ്രിയരാക്കിയവരെ കണ്ട് അപ്പൊ ദൈവത്തിന് പ്രിയരായവരെ നമുക്കും പ്രിയരാക്കി മാറ്റണം. അങ്ങനെ വരണമെങ്കിൽ എന്താ വെച്ചാൽ ദൈവം നമുക്ക് പ്രിയനായി മാറണം. ദൈവം നമുക്ക് പ്രിയനാണെങ്കിൽ ഇപ്പൊ സാറാമസ്റ്റർ എനിക്ക് ഭയങ്കര പ്രിയയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ സാറാമസ്റ്റർ മക്കളൊക്കെ എനിക്ക് പ്രിയരാണ്. അവരുടെ കൊച്ചുമക്കൾ എനിക്ക് പ്രിയരാണ്. കാരണം എന്താന്ന് വെച്ചാൽ സാറാമസ്റ്ററായിട്ട് കണക്റ്റഡ് സകലം എനിക്ക് പ്രിയരാണ്. കാരണം എനിക്ക് സാറാമസ്റ്ററുള്ള സ്നേഹം അതുപോലെ പ്രിയമായ സ്നേഹമാണ്. അതുപോലെ നമ്മുടെ കർത്താവിനെ നമ്മൾ അത്രയും പ്രിയനായിട്ട് ഏറ്റവും വിലവടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ കർത്താവിൻ്റെതായിട്ടുള്ള സകല സഭയാകട്ടെ കൂട്ടുവിശ്വാസികളാകട്ടെ ദൈവത്തിന്റെ ആഗ്രഹം എല്ലാം നമുക്ക് ഭയങ്കര ഏറ്റവും പ്രിയമാണ്. കാരണം എൻ്റെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ എൻ്റെ ഭയങ്കര സന്തോഷമെന്ന് നമുക്ക് തോന്നും. കാരണം വെച്ചാൽ എനിക്ക് അത്ര പ്രിയനാണ് എൻ്റെ ദൈവം. എൻ്റെ കർത്താവ് അത്ര പ്രിയനാണെങ്കിൽ അപ്പൊ നമ്മളെ ഇവിടെ പറഞ്ഞേ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ 27 സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കും സിസ്റ്റർ. എത്രാമത്തെ? 127:1. യഹോവ വീട് പണിയാതിരുന്നാൽ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അപ്പൊ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് വേണ്ടി ദൈവം പണിതില്ലെങ്കിൽ, ദൈവം ഒരു കാര്യം ചെയ്തില്ല, നമ്മൾ വെറുതെയാ ഈ കാണിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നത് ചുരുക്കമെന്ന് വചനം പറയുമ്പം നമ്മുടെയൊക്കെ പ്രയത്നങ്ങൾ നമ്മുടെയൊക്കെ ഓട്ടം, നമ്മുടെയൊക്കെ എല്ലാം വൃഥാവാണ്. വെറുതെ ഒരു ഫലം കാണാത്തതാണ്. അതുപോലെ യഹോ പട്ടണം കാക്കാതിരെ കാവൽക്കാർ വൃഥാ ജാഗരിക്കും. ഒരു പട്ടണത്തിന്റെ കാവൽക്കാരൻ വെറുതെ ചുറ്റിക്കൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. കള്ളം കയറുന്നുണ്ട്, എടുത്തോണ്ട് പോകുന്നുണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെയാ. ദൈവം നമ്മളെ കാത്തില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും കയറാനുള്ളവൻ കയറും, മോഷ്ടിക്കാനുള്ള മോഷ്ടിക്കാരപ്പാനും മുടിക്കാനും നശിപ്പിക്കാനും വന്നവനകത്ത് കയറി നിൽക്കും. അപ്പം ദൈവം കാത്തില്ലെങ്കിൽ അപ്പം ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ദൈവം നമ്മുടെ സകല പണിയും ദൈവം ഏറ്റെടുക്കാനും ആയിരിക്കണം നമ്മൾ. അതുകൊണ്ടാ അടുത്ത വാക്യത്തെ പറഞ്ഞ ചിലർ നന്നാകാലത്ത് എഴുന്നേൽക്കുന്ന ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു, പക്ഷെ എല്ലാം നിഷ്ഫലമാണ്. പക്ഷേ ആ ഒരു കൂട്ടത്തിലല്ല നമ്മളെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ ദൈവത്തെ എന്ത് നമ്മുടെ ചോദ്യത്തിൽ എന്ത് ആഗ്രഹം വന്നാലും ആദ്യം എവിടെ കൊണ്ടുപോകണമെന്നറിയാം? ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകണം. കർത്താവെ, ഈ ആഗ്രഹം ഈ ഇഷ്ടം നിന്റെ ഇഷ്ടമാണോ?
ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അത് എത്ര വലിയ അനുഗ്രഹമാണെങ്കിലും, എത്ര വലിയ നന്മയാണെങ്കിലും, എത്ര വലിയ സൗഭാഗ്യമാണെങ്കിലും അതെനിക്ക് വേണ്ട. നിന്റെ ഇഷ്ടം എന്താണ്? ഞാൻ എപ്പോഴും എന്റെ മോളോട് പറയാറുണ്ട്, ഈ ലോകത്ത് കിട്ടുന്ന എത്ര വലിയ ഉന്നത ഉദ്യോഗമാണെന്ന് പറഞ്ഞാല്, എത്ര വലിയ പദവിയാണെന്ന് പറഞ്ഞാല്, അതിനെക്കാട്ടി എനിക്ക് സന്തോഷം, അഭിമാനം തോന്നാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് കേൾക്കുന്നതില്ല. ഹാലേലിയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഹാലേലിയ അമ്മ കർത്താവിന്റെ വേലക്കാരാകുന്നതിനെക്കാട്ടി വലിയ ആനന്ദം നമുക്ക് ഉണ്ടാകരുത്. നമ്മുടെ അവരുടെ കൂടെ പഠിച്ചതേ അവിടെ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, വലിയ പൊസിഷൻ ഇരിക്കുന്ന, ചിലപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. ഹാലേലിയ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പം നമ്മളുടെ കുഞ്ഞുങ്ങളെ ഹാലയ്യോ നമ്മുടെ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ, അവൾ എപ്പോഴും സുവിശേഷമായിട്ട് നടക്കുന്നില്ലോ എന്ന് ചിന്തിക്കരുത്. അവരെക്കാട്ടി ഗ്രേറ്റർ അതിശ്രേഷ്ഠമായ പദവിയാണ് നമ്മുടെ കുഞ്ഞ് ചെയ്യുന്നവർക്ക് സന്തോഷിക്കണം. വലിയ വരുമാനം ഉണ്ടാകത്തില്ലായിരിക്കും, വലിയ സമ്പത്ത് ഉണ്ടാകത്തില്ല, ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ ഉന്നത പദവിയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതായിരിക്കണം നമ്മുടെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വന്നാൽ ആദ്യം കൊണ്ടു ചെല്ലേണ്ടത് നമ്മുടെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ, അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് നല്ല ചോദിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ, കർത്താവേ ഇത് എനിക്ക് വന്നൊരു, എന്റെ ഹൃദയത്തിൽ വന്നൊരു ആഗ്രഹമാണ്, ഇത് നിന്റെ ഹിതമാണോ? നിന്റെ ഹിതം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ട്. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വചനം പോലെ, മനുഷ്യൽ ആശ്രയിക്കുന്നതിനെക്കാട്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ദൈവത്തെക്കാട്ടി കൂടുതൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. അവർ പറയുന്ന വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളെക്കാട്ടി കൂടുതൽ വിശ്വസിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, നമുക്ക് തൊടാനും അടുക്കാനും കാണാനും ഒക്കെ കഴിയുന്ന ഒരാളാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ പക്ഷേ ഞാൻ പറയും, ഏത് മനുഷ്യന്റെ ഹൃദയവും നമുക്ക് അനുകൂലമാക്കാനും നമുക്ക് പ്രതികൂലമാക്കാനും കഴിയുന്ന ദൈവം നമ്മുടെ ദൈവം. എത്രയോ വലിയ വാക്ക് പറഞ്ഞ് കൂടെ തന്നെ ഉണ്ടാകും, ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പലരും ഞാൻ പറഞ്ഞു, മനുഷ്യരുടെ സ്നേഹം അറിയണമായിരുന്നെങ്കിൽ കോവിഡിന്റെ ആരംഭഘട്ടം വേണമായിരുന്നു. ആരംഭഘട്ടത്തിൽ എത്ര പ്രിയരാണ്, ഹസ്ബൻഡ് വൈഫ് ഒരു കുഴി മരിക്കാനിരിക്കുന്നു പറഞ്ഞാലും കോവിഡ് വന്നപ്പോൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്കട്ടെ, ഇങ്ങോട്ട് വരല്ലേ, അടുത്ത് വരല്ലേ, തൊടല്ലേ, ഭക്ഷണം പോലും കൊടുക്കാൻ അകത്ത് കയറാത്ത വണ്ണം എല്ലാവരും മാറ്റി നിർത്തി. കാരണം അതാണ് പലപ്പോഴും. പക്ഷെ പലരുടെയും സാക്ഷ്യം നമ്മൾ കേട്ട്, അവിടെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ICU കിടക്കുമ്പോഴും ദൈവം ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരെ ബലപ്പെടുത്തി അവരെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്ന ദൈവം. അപ്പം ഡോക്ടേഴ്സും നഴ്സുമാരും പോലും കയറാൻ മടിക്കുന്ന വെന്റിലേറ്ററിനുള്ളിൽ കിടന്നപ്പോൾ കോവിഡ് വന്നിട്ട് ആ പകർച്ചവ്യാധിയുടെ മുമ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹം മാത്രമാണ് ദൈവ സ്നേഹം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒന്നിനുമല്ല നമുക്ക് പ്രിയൻ എപ്പോഴും. നമ്മുടെ ദൈവത്തിന് നമ്മൾ പ്രിയരായിരിക്കുന്ന പോലെ നമുക്കും ദൈവം നമുക്ക് ഏറ്റവും പ്രിയമായി മാറട്ടെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെ ദൈവത്തിന് ആ സ്ഥാനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ സന്ദേശം വെറുതെ വന്നല്ല. ദൈവം ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ ഞാൻ പറയാം, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ട ദൈവം കേട്ടിട്ട് പെട്ട ദൈവം പറഞ്ഞതാണ്. ദൈവത്തിന് പ്രിയരായ ആരൊക്കെയാണ് ദൈവം പറഞ്ഞപ്പോൾ തിരിച്ച് ഒരു ചോദ്യം, നമ്മൾക്ക് ദൈവം എത്ര പ്രിയരാണ്? ഇതുവരെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നമുക്ക് ഏറ്റവും പ്രിയം നമ്മുടെ ദൈവത്തോടല്ലേ, കർത്താവിനോടല്ലെങ്കിൽ ഇന്ന് തുടങ്ങി നമുക്ക് നമ്മുടെ ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ പ്രഥമ സ്ഥാനം ആ പ്രിയനായവനാ തന്നെ കൊടുക്കാം. നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും എപ്പോഴും നമ്മളെ വിടുവിക്കാനും രക്ഷിക്കാനും കഴിയുന്ന, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച ആ സർവശക്തനായ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, അത് ഭയത്തിൽ നിന്നായിരിക്കല് സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.